ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ CBSE 5th സ്റ്റാൻഡേർഡിലെ EVSൻ്റെ ഫസ്റ്റ് ലെസണായിട്ടുള്ള വാട്ട് ആർ ദ എസൻസ് ഓഫ് ലൈഫ് എന്ന പാഠത്തിലെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആക്ടിവിറ്റി 4 വരെയാണ് നോക്കിയത്. ആക്ടിവിറ്റി 4ൽ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് കണ്ടു. ഇനി നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. ഇവിടെ നമുക്ക് 3 പിക്ചർ കാണാം. നോക്കിയേ എന്താ പറയുന്നതെന്ന്. Tick the image that will help in groundwater recharge. ഓക്കെ, ഇവിടെ ഏതൊക്കെ പിക്ചറിലാണ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് താഴെയുള്ള സെൻറ്റൻസ് ഒന്ന് വായിക്കാം. In cities with many cemented surfaces, rainwater cannot go into the ground easily, which stops groundwater from getting recharged. എന്താ പറയുന്നത്? സിറ്റി പോലുള്ള ഏരിയാസിൽ സിമൻറ്റഡ് സർഫസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ റെയിൻ വാട്ടർ ഊസ് ഔട്ട് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് എത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഗ്രൗണ്ട് വാട്ടർ ഫോം ചെയ്യുന്നത് വളരെ കുറവാണ്. ആ ഒരു നോളജ് വെച്ച് നമുക്ക് മുകളിലുള്ള ആക്ടിവിറ്റി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ 3 പിക്ചേഴ്സിൽ ഏതിലൊക്കെ ആയിരിക്കും ഗ്രൗണ്ട് വാട്ടർ കളക്ട് ചെയ്യപ്പെടുന്നത്? ഫസ്റ്റ് വണ്ണിൽ കളക്ട് ചെയ്യപ്പെടുമോ? ഇല്ല, അതൊരു കോൺക്രീറ്റ് റോഡാണ്. സെക്കൻഡ് വണ്ണായ ഗ്രീൻ ലോണിലും അതുപോലെ തേർഡ് പിക്ചറായിട്ടുള്ള പാവ്ഡ് ഏരിയയിലുമായിരിക്കും ഗ്രൗണ്ട് വാട്ടർ കളക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്കൊരു ബോക്സാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് വായിക്കാം. ഡു യു നോ ഓപ്പൺ അൺകവേർഡ് ഏരിയാസ് അലൗസ് വാട്ടർ സീപ്പ് ഇൻ ടു ദ ഗ്രൗണ്ട്. സോക്ക് പിറ്റ്സ്, ponds, human-made lakes, and planting more trees help rainwater return underground. എന്താ പറയുന്നത്? ഓപ്പൺ ആയിട്ടുള്ള ഏരിയാസിലും അൺകവേർഡ് ആയിട്ടുള്ള ഏരിയാസിലും ഗ്രൗണ്ട് വാട്ടർ വളരെ പെട്ടെന്ന് തന്നെ ഫോം ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ നട്ടു വളർത്തുന്നതും ലേക്സും ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള പോൺസും പിറ്റ്സും ഒക്കെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഫോം ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സർഫസ് വാട്ടറിനെ കുറിച്ച് പഠിക്കാം. നോക്കിയേ, റിവേഴ്സ്, പോൺസ്, ലേക്സ് എക്സെട്ര ആർ ദ നാച്ചുറൽ സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ ഇൻ അഡീഷൻ ടു ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ അല്ലാതെ നമുക്ക് ഫ്രഷ് വാട്ടർ ലഭിക്കുന്ന മറ്റു നാച്ചുറൽ റിസോഴ്സസ് ആണ് ഏതൊക്കെ? റിവേഴ്സ്, പോൺസ്, ലേക്സ് എക്സെട്ര. ഡു യു എവർ വണ്ടർ ഹൗ റിവേഴ്സ് ഫ്ലോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ റിവേഴ്സ് ഫ്ലോ ചെയ്യുന്നതെന്ന്? A river often begins its journey from up in the mountains and flows down across the land. Let us understand this through an activity. എന്താ പറയുന്നേ? ഒരു റിവർ അതിൻ്റെ ജേർണി എങ്ങനെയാണ് ഒരു മൗണ്ടെയിനിൽ നിന്നും ബിഗിൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതെങ്ങനെയാണ് അവിടെ നിന്നും ഫ്ലോ ചെയ്ത് ലാൻഡിലേക്ക് എത്തുന്നത്? അത് നമുക്കൊരു ആക്ടിവിറ്റിയിലൂടെ മനസ്സിലാക്കാം. ഇവിടെ ഒരു ആക്ടിവിറ്റി 6 തന്നിട്ടുണ്ട്, അത് നോക്കാം. Material required: an old newspaper and a cup of mustard seeds or any other small seeds. എന്താ പറയുന്നത്? കുറച്ച് മസ്റ്റാർഡ് സീഡ്സ് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്മോൾ സീഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. പ്രൊസീജിയർ എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ടേക്ക് എ ഷീറ്റ് ഓഫ് ഫ്രം എ ന്യൂസ് പേപ്പർ ആൻഡ് ക്രംബിൾഡ് ഇറ്റ് ടു ക്രിയേറ്റ് ഫോൾസ്. ഒരു ന്യൂസ് പേപ്പർ എടുത്ത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രംബിൾ ചെയ്യുക എന്ന് വെച്ചാൽ ഒന്ന് ചുരുട്ടുക. എന്തിനാണ് ചുരുട്ടുന്നേ? അതിൽ കുറച്ച് ഫോൾസ് ഉണ്ടാകാനാണ്. ടേക്ക് അനദർ ഷീറ്റ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓവർ ദ ക്രംബിൾഡ് പേപ്പർ. അതിന് മുകളിലായി നമ്മൾ വേറൊരു ഷീറ്റും കൂടെ ഒന്ന് വെക്കുക. പ്രസ് ഇറ്റ് ഡൗൺ സോ ദാറ്റ് ദ സ്ലോപ്സ് ആർ ജെൻറ്റിൽ. ആ സ്ലോപ്സ് ഒക്കെ ഒന്ന് ജെൻറ്റിലായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ കഴിയുന്നത് വരെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. Now slowly pour the mustard seeds from the cup on the highest point of the slope. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നായിട്ട് നമ്മൾ എടുത്ത മസ്റ്റാർഡ് സീഡ്സ് ഒന്ന് സ്ലോ ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുക. ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ സീഡ്സ്. എന്നിട്ട് നമ്മൾ സീഡ്സിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിവിടെ 2 ക്വസ്റ്റ്യൻസ് കാണാം. ഈ ആക്ടിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് What did you observe about the mustard seeds?
മസ്റ്റാർഡ് സീഡ്സിന് എന്താണ് നമുക്ക് നമുക്കതിൽ ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്തായിരിക്കും സംഭവിക്കുന്നത്? മസ്റ്റാർഡ് സീഡ്സ് താഴേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും അല്ലേ? മൂവ് ചെയ്യുക മാത്രമല്ല അത് സ്പ്രെഡ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? മൂവിങ് ഡൗൺവാർഡ്സ് ആൻഡ് സ്പ്രെഡ് ഇറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആർ ദേ മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഓർ ഡു ദേ സ്പ്രെഡ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്? വരുന്ന മസ്റ്റാർഡ് സീഡ്സ് സ്ട്രെയിറ്റ് ലൈനിലാണോ മൂവ് ചെയ്യുന്നത് അതോ അത് സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ടോ? അത് നമുക്ക് എന്തായാലും അറിയാം, അത് സ്പ്രെഡ് ചെയ്ത് പോകും ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലേക്ക്. അതിന് നമുക്ക് ആൻസർ ചെയ്യാം സ്പ്രെഡ് ഔട്ട് ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആർ ദേ കളക്ടിങ് ഇൻ സം ഏരിയാസ്? ഡു ദേ ഗ്യാദർ ലൈക്ക് വാട്ടർ ഗ്യാദർ ഇൻ ലേക്സ്, റിവേഴ്സ് ആൻഡ് സോ ഓൺ? ഈ താഴേക്ക് വരുന്ന മസ്റ്റാർഡ് സീഡ്സ് എവിടെയെങ്കിലുമൊക്കെ കളക്ട് ചെയ്യപ്പെടുന്നുണ്ടോ? നമ്മുടെ ലേക്സും റിവേഴ്സൊക്കെ വാട്ടർ കളക്ട് ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഏരിയാസിൽ ഈ മസ്റ്റാർഡ് സീഡ്സ് കളക്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ കണ്ടു, തീർച്ചയായും കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം യെസ്. വാട്ടർ ഫ്ലോസ്, സ്റ്റോപ്സ് ഓർ കർവ്സ് according to the shape of the land formation in its path. The flow of water can also change the shape of land. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു വാട്ടർ എങ്ങനെയാണോ ഫ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചില ഏരിയാസിൽ അത് കർവ്ഡായിട്ട് ഒഴുകിപ്പോകും. അതിൻ്റെ ബേസിസിൽ അതിൻ്റെ പാത്തിനനുസരിച്ച് നമ്മുടെ ലാൻഡ് ഫോർമേഷൻ ചേഞ്ച് ചെയ്യാറുണ്ട്, അവയുടെ ഷേപ്പിനും ചേഞ്ച് ഉണ്ടാകാറുണ്ട് അല്ലേ? നമുക്കൊരു പിക്ചർ കാണാം. ഈ പിക്ചർ നോക്കിക്കേ. വാട്ടറിൻ്റെ ഫ്ലോ ഒരു ലാൻഡ് ഫോർമേഷനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് ഈ പിക്ചറിൽ മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ്, ഡിസ്കസ്. ഓൺ ദി ബേസിസ് ഓഫ് ആക്ടിവിറ്റി 6 വിത്ത് മസ്റ്റാർഡ് സീഡ്സ്, ഡിസ്കസ് ഹൗ സം റിവേഴ്സ് ഫ്ലോ ടുവേഴ്സ് ദ അറേബ്യൻ സീ while some flow towards the Bay of Bengal. ഈ ഒരു നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തു. ആ ആക്ടിവിറ്റി ബേസിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു റിവേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് റിവേഴ്സ് ഉണ്ട്. ആ റിവേഴ്സ് എങ്ങനെയാണ് അറേബ്യൻ സീയിലും ബേ ഓഫ് ബംഗാൾ പോലുള്ള സീയിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡു യു നോ ദ ലൂണി റിവർ ഒറിജിനേറ്റിംഗ് ഇൻ ആരവല്ലി റേഞ്ചസ് ഇൻ രാജസ്ഥാൻ ഈസ് ദ ഓൺലി മേജർ ഇന്ത്യൻ റിവർ that does not drain into the sea. Instead, it ends up in the marshy land of the Rann of Kutch in Gujarat. എന്തായി ടേബിളിൽ പറയുന്നത്? നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് റിവേഴ്സ് ഉണ്ട്. അതിൽ ലൂണി റിവർ എന്ന പേരുള്ള ഒരു റിവർ രാജസ്ഥാനിലെ ആരവല്ലി മലനിരകളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവറാണ്. ഈ ഒരു റിവർ മാത്രം സീയിലല്ല ചെന്ന് എൻഡ് ചെയ്യുന്നത്. പിന്നെ എവിടെയാണ്? ഗുജറാത്തിലുള്ള റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ഒരു മാർഷി ലാൻഡിലാണിത് എൻഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു പിക്ചറാണ് കാണുന്നത്. അതിൽ കുറച്ച് ലേബലൊക്കെ നമുക്ക് കാണാം. എന്തൊക്കെയാണ് കാണുന്നത്? ഐസ് ക്യാപ്പ്, അതുപോലെ തന്നെ മൗണ്ടെയ്ൻസ്, ഗ്ലേസിയർ, വാട്ടർഫാൾ, റിവർ, വാലി, ലേക്ക്, ഡ്യൂൺ തുടങ്ങിയവയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന് താഴെയായി നമുക്കൊരു മാപ്പ് കാണാം. നോക്കിക്കേ, നമ്മുടെ ഇന്ത്യയുടെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഒരുപാട് റിവേഴ്സിനെ ലേബൽ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ റിവർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്? ഗംഗ, യമുന, നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ബ്രഹ്മപുത്ര തുടങ്ങിയ ഒരുപാട് റിവേഴ്സിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ റിവേഴ്സിൽ ചിലതൊക്കെ നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ എൻഡ് ചെയ്യുന്നതുമുണ്ട്, കുറച്ചൊക്കെ അറേബ്യൻ സീയിൽ എൻഡ് ചെയ്യുന്നതും ഉണ്ട്. ഇനി നമുക്ക് ആക്ടിവിറ്റി 7 നോക്കാം. ഫോളോ ദ ഫ്ലോ. ഇൻ ദ മാപ്പ് യു ക്യാൻ സീ ദ റിവേഴ്സ് ഫ്ലോയിങ് ഇൻ ദ ഡിഫറെൻറ്റ് ഡിറക്ഷൻസ്. സം ഫ്ലോ ഇൻ ടു ദ ബേ ഓഫ് ബംഗാൾ ആൻഡ് സം ഓൺ ഇൻ ടു ദ അറേബ്യൻ സീ. നേരത്തെ നമ്മൾ ഇന്ത്യയുടെ ഒരു മാപ്പ് കണ്ടു. അതിൽ ഒരുപാട് റിവേഴ്സിനെ നമ്മൾ കണ്ടായിരുന്നു. അതിൽ മെജോറിറ്റി ഓഫ് റിവേഴ്സും ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ തുടങ്ങിയ റിവേഴ്സിലാണ് എൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ബേസിസിൽ നമുക്ക് താഴെ തന്നിരിക്കുന്ന ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാം. ടേബിളിൽ കുറച്ച് റിവേഴ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. അത് ബേ ഓഫ് ബംഗാളിലേക്കാണോ അറേബ്യൻ സീയിലേക്കാണോ എൻഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ അവിടെ രേഖപ്പെടുത്താനുള്ളത്. നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ടേബിൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ 2 റിവേഴ്സിൻ്റെ പേരും കൂടി എഴുതിയിട്ടുണ്ട്. കൃഷ്ണയും കാവേരിയുമാണ്. അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ലൈഫ് ഇൻ വാട്ടർ.
Afrin noticed that the rain had filled up the pond near the school ground. അഫ്രീൻ നോക്കിയപ്പോൾ അവൻ്റെ സ്കൂൾ ഗ്രൗണ്ടിനടുത്തായിട്ടുള്ള പോണ്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ഷീ കോൾഡ് ഔട്ട് ടു ജ്യോതി. അവൻ ജ്യോതിയെ വിളിച്ചു. കം ആൻഡ് ലുക്ക്, വാ നോക്ക്. They could see tiny fish swimming and the small frog sitting on the lotus leaf. അവർ നോക്കിയപ്പോൾ കുഞ്ഞു ഫിഷസൊക്കെ ആ പോണ്ടിലൂടെ സ്വിം ചെയ്ത് നടക്കുന്നു. മാത്രമല്ല സ്മോൾ ഫ്രോഗ് ലോട്ടസിൻ്റെ ലീഫിന് മുകളിലായിട്ടൊക്കെ ഇരിക്കുന്നു. ഇറ്റ് ഈസ് വണ്ടർഫുൾ ടു സീ ദ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലിവിങ് ഇൻ വാട്ടർ. ഈ വാട്ടറിലുള്ള വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെ കാണാൻ എന്ത് ഭംഗിയാണ്. ഹൗ ആർ ദേ ഡിഫറെൻറ്റ് ഫ്രം ദോസ് ലിവിങ് ഓൺ ലാൻഡ്. അവർ ലാൻഡിലുള്ള ജീവികളിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തരാകുന്നത്? കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ഡിസ്കസിങ് വിത്ത് പിയേഴ്സ് അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആനിമൽസ് ഓൺ ലാൻഡ് ആൻഡ് ആനിമൽസ് ഇൻ ദ വാട്ടർ. നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പിക്ചറൊക്കെ കാണാം. അവിടെ നമ്മൾ കുറച്ച് ക്രീച്ചേഴ്സിനെയൊക്കെ കാണുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാ? സ്നേക്കിനെ കാണുന്നുണ്ട്, ഫിഷിനെ കാണുന്നുണ്ട് അല്ലേ? താഴോട്ട് നോക്കാം. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. എന്താണ്? 2 കോളംസ് ആണ് തന്നിരിക്കുന്നത്. ഒന്നിൽ ആനിമൽസ് ഓൺ ലാൻഡ് റൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേതിൽ ആനിമൽസ് ഇൻ ദ വാട്ടർ റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പ്രത്യേകതകളാണ്. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ആനിമൽസിൽ ലീവ് ചെയ്യുന്ന ക്രീച്ചേഴ്സിൻ്റെയും വാട്ടറിൽ ലീവ് ചെയ്യുന്ന ക്രീച്ചേഴ്സിൻ്റെയും പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? കനോട്ട് ബ്രീത്ത് ഇൻ വാട്ടർ. നമുക്കറിയാം ലാൻഡിലുള്ള ആനിമൽസിന് വാട്ടറിൽ ബ്രീത്ത് ചെയ്യാൻ കഴിയില്ല. വാട്ടറിൽ എന്താണ് തന്നിരിക്കുന്നത്? ഹാവ് ഫിൻസ് ടു സ്വിം. അവർക്ക് ഫിൻസ് ഉണ്ട് സ്വിം ചെയ്യാൻ. ഇതുപോലെ നമുക്ക് 3-4 പോയിൻറ്റ്സ് എഴുതാം. ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആനിമൽസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കനോട്ട് ബ്രീത്ത് ഇൻ വാട്ടർ, ഹാവ് ലെഗ്സ് ടു വാക്ക്, ഈറ്റ് സോളിഡ് ഫുഡ് അല്ലേ? ഇനി ആനിമൽസ് ഇൻ വാട്ടർ ആണെങ്കിലോ ഹാവ് ഫിൻസ് ടു സ്വിം, ഹാവ് പോയിൻറ്റഡ് ബോഡി ഷേപ്പ്, ഈറ്റ് സോളിബിൾ ഫുഡ്. ഓക്കെ, ഇതൊക്കെയാണ് ലാൻഡിലുള്ള ആനിമൽസിൻ്റെയും വാട്ടറിലുള്ള ആനിമൽസിൻ്റെയും ഡിഫറൻസസ്. ഇൻഫർമേഷൻ കാർഡ് വായിക്കാം. ഒന്നാമത്തത് ഡ്രാഗൺ ഫ്ലൈ ആണ് കാണിച്ചിരിക്കുന്നത്. ഫ്ലൈസ് ഫാസ്റ്റ് ആൻഡ് ലേസ് എഗ്സ് നിയർ വാട്ടർ, ഈറ്റ്സ് മോസ്കിറ്റോസ്. വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ക്രീച്ചറാണ്. മാത്രമല്ല വാട്ടറിൻ്റെ നിയറിലായിട്ടാണ് എഗ്സ് ലേ ചെയ്യുന്നത്. മാത്രമല്ല മോസ്കിറ്റോസിനെയാണ് കഴിക്കുന്നത്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് വാട്ടർ സ്കോർപ്പിയോൺ ആണ്. ഇൻസെക്റ്റ് വിത്ത് പിൻസേഴ്സ്, ലിവ്സ് അണ്ടർ വാട്ടർ, ബ്രീത്ത് യൂസിങ് എ ടെയിൽ ട്യൂബ്. ഒരു പിൻസേഴ്സ്, ഒരു പോയിൻറ്റഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് അതിൻ്റെ ബോഡിയിലായിട്ട്. മാത്രമല്ല അത് ടെയിൽ ട്യൂബ് വഴിയാണ് റെസ്പിറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് പോൺ ഹെറോൺ ആണ്. എ ബേർഡ് വിത്ത് ലോങ് ലെഗ്സ് ദാറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ ടു ക്യാച്ച് ഫിഷസ് അല്ലേ? നമുക്കറിയാം ലോങ് ലെഗുള്ള ഒരു ക്രീച്ചറാണ്. ഫിഷസിനെ വാട്ടറിൽ നിന്ന് ക്യാച്ച് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തന്നിരിക്കുന്നത് ഫ്രഷ് വാട്ടർ ടർട്ടിലാണ്. എ സോഫ്റ്റ് ഷെൽഡ് ടർട്ടിൽ ദാറ്റ് ലിവ്സ് ഇൻ പോൺസ് ആൻഡ് റിവേഴ്സ്. പോൺസിലും റിവേഴ്സിലൊക്കെയാണ് നമുക്ക് ടർട്ടിലിനെ കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് തന്നിരിക്കുന്ന വാട്ടർ സ്നേക്ക് ആണ്. എ ഹാംലെസ് വാട്ടർ സ്നേക്ക് ദാറ്റ് ഈറ്റ്സ് ഫിഷ് ആൻഡ് ഫ്രോഗ്സ്. നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ളതല്ല ഈ വാട്ടർ സ്നേക്ക് എന്ന് പറയുന്നത്. അവ ഫ്രോഗ്സിനെയും ഫിഷസിനെയൊക്കെയാണ് ഈറ്റ് ചെയ്യുന്നത്. പിന്നെ റീഡ്സ്, എഡ്ജ് പ്ലാന്റ് എന്നാണ് മറ്റൊരു പേര്. ഗ്രോ എലോങ് ദ എഡ്ജസ് ഓഫ് ദ പോൺസ്, ടാൾ ആൻഡ് ഗ്രാസ് ലൈക്ക്. ഒരു പുല്ല് പോലുള്ള ചെടിയാണ്. പോൺസിൻ്റെയൊക്കെ എഡ്ജസിലായിട്ടാണിത് വളരുന്നത്. പിന്നെ ലോട്ടസ് ആൻഡ് വാട്ടർ ലില്ലി, റൂട്ടഡ് ഫ്ലോട്ടിംഗ്. അത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചോളണം. റൂട്ടഡ് ഫ്ലോട്ടിംഗ് ആണ്. ഫ്ലവേഴ്സ് ഫ്ലോട്ട് ഓൺ ദ വാട്ടർ, റൂട്ട് സ്റ്റേ ഇൻ ദ പോൺ ബെഡ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫ്ലവേഴ്സ് വാട്ടറിൽ ഫ്ലോ ചെയ്താണ് നിൽക്കുന്നതെങ്കിലും അതിൻ്റെ റൂട്ട് എപ്പോഴും പോൺ ബെഡിലേക്കാണ് ഡീപ്പ് ചെയ്ത് ഇറങ്ങുന്നത്. നെക്സ്റ്റ് തന്നിരിക്കുന്ന വാട്ടർ ഹിയാസിയാന്താണ്. ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. എ ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ദാറ്റ് ഫ്ലോട്ട് ആൻഡ് സ്പ്രെഡ് ഓൺ ദ വാട്ടർ. നമുക്കറിയാം, നമ്മൾ വാട്ടറിൻ്റെ മുകളിലായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ടിവിറ്റി 8 ആണ്. നോക്കാം. വിസിറ്റ് എ ലോക്കൽ വാട്ടർ ബോഡി ലൈക്ക് പോൺ, ലേക്ക്
or an aquarium with your teacher or parents and observe life in and around the water bodies. നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു വാട്ടർ ബോഡി നിരീക്ഷിച്ച് താഴെയുള്ള കാര്യങ്ങളൊന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബേസ്ഡ് ഓൺ യുവർ ഒബ്സർവേഷൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. നോക്കാം. നമുക്കിവിടെ 4 കോളംസ് വന്നിട്ടുണ്ട്. ഒന്നിൽ നെയിം ഓഫ് ദ ബേർഡ് ഓർ ആനിമൽ, രണ്ടാമത്തേൽ മൗത്ത് ഓർ ബീക്സ്, മൂന്നാമത്തേത് മൂവ്മെൻറ്റ് ത്രൂ ലെഗ്സ്, ഫീറ്റ് ഓർ ഫിൻസ്, നാലാമത്തേൽ റഫ് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് തന്നിരിക്കുന്നത് ഫിഷാണ്. ഫിഷിന് എങ്ങനെയുള്ളതാണ്? മൗത്താണോ ബീക്കാണോ? റൗണ്ട് മൗത്ത് ഫേസിങ് അപ്വേർഡാണ്. അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഫിൻസ് കൊണ്ടാണ്. പിന്നെ തന്നിരിക്കുന്ന പോൺ ഹെറോൺ ആണ്. ലോങ് നെക്ക് ആൻഡ് പോയിൻറ്റഡ് ആയിട്ടുള്ളതാണ്. തിന്നായിട്ടുള്ള ലെഗ്സ് ആണ് അവയ്ക്കുള്ളത്. ഇനി നമുക്ക് 2-3 ഫില്ല് ചെയ്യാം. അപ്പോൾ എല്ലാം നമ്മൾ എൻറ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എഴുതിയത് ഏതൊക്കെയാണ്? വാട്ടർ സ്നേക്കിന് കൗഡ് മൗത്താണ്, ലെഗ്സ് ഇല്ല. അതുപോലെ തന്നെ ഡക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ബീക്കാണ് ഉള്ളത്. അതുപോലെ വെബ്ഡ് ഫീറ്റാണുള്ളത്. വെബ്ഡ് ഫീറ്റ് എന്ന് വെച്ചാൽ എന്താ? സ്കിൻസ് അറ്റാച്ച്ഡ് ടു ദ ഫിംഗേഴ്സ്, അതാണ് വെബ്ഡ് ഫീറ്റ്. അതുപോലെ കിങ് ഫിഷർ ലോങ് ബീക്കാണുള്ളത്. അതുപോലെ ലോങ് ലെഗും ആണ് ഉള്ളത്. അതുപോലെ തന്നെ റഫായിട്ടുള്ള ഡയഗ്രാമും വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യുക. അടുത്തത് നമുക്കൊരു ടേബിളാണ് തന്നിരിക്കുന്നത്. ഡ്രോ ദ പ്ലാന്റ്സ് ദാറ്റ് യു saw ഡ്യൂറിങ് ദ വിസിറ്റ് ആൻഡ് ലേബൽ ദം വിത്ത് ദെയർ ലോക്കൽ നെയിംസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് 3 കോളംസ് വന്നിട്ടുണ്ട്. ഒന്നാമത്തേതിൽ പ്ലാന്റ്സിൻ്റെ ടൈപ്പ്, ഏത് ടൈപ്പിലുള്ള പ്ലാന്റ്സ് ആണെന്നും, രണ്ടാമത്തേതിൽ നെയിമും, മൂന്നാമത്തേതിൽ അതിൻ്റെ ലോക്കൽ നെയിമാണ് എഴുതാൻ തന്നിരിക്കുന്നത്. നമുക്ക് വായിക്കാം. പ്ലാന്റ്സ് ഫ്ലോട്ടിങ്, അതിന് പ്രത്യേകത എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എബോവ് വാട്ടർ ആണ്. അതിലൊരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. നെയിം ലില്ലിയാണ്. അതിൻ്റെ ലോക്കൽ നെയിം എന്താണ്? അത് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ടേബിൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഏതൊക്കെ എഴുതിയത്? പ്ലാന്റ്സ് അണ്ടർ വാട്ടർ ഏതാണ്? മോസ് ആണ്. അതിൻ്റെ ലോക്കൽ നെയിം കായി ആണ്. ഇനി ലില്ലിയുടെ ലോക്കൽ നെയിം എന്താണ്? കുമുദിനി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ്സ് ഹൂ റൂട്ട്സ് ആർ ഇൻ ദ വാട്ടർ ബഡ് ആർ സീൻ എബവ് ദ വാട്ടർ. പ്ലാന്റ്സിൻ്റെ റൂട്ട് എപ്പോഴും വാട്ടർ ബെഡിലായിരിക്കും, പക്ഷേ പ്ലാന്റ്സിനെ നമുക്ക് എബവ് വാട്ടറായിട്ടും ആയിരിക്കും കാണാൻ കഴിയുന്നത്. അത് ലോട്ടസ് ആണ്. ലോട്ടസിൻ്റെ ലോക്കൽ നെയിം കമൽ എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി 9 നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടേക്ക് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഓൺ ഇറ്റ്. ഒബ്സർവ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വാട്ടർ ഡ്രോപ്സ് ഒഴിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് നമുക്കറിയാം. പേപ്പർ നനഞ്ഞു പോകും അല്ലേ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? കളർ ദ പേപ്പർ വിത്ത് എ വാക്സ് ക്രയോൺ. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളവിടെ ഒരു വാക്സ് ക്രയോൺ വെച്ച് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നൗ പുട്ട് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഓൺ ഇറ്റ്. ഡു യു ഒബ്സർവ് എനി ചേഞ്ച്? എന്നിട്ട് നമ്മൾ കുറച്ച് ഡ്രോപ്സ് ഓഫ് വാട്ടർ അതിനകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒരു വാക്സ് കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ പേപ്പറിനെ മൊത്തത്തിൽ നനച്ച് കളയത്തില്ല. ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അതിൽ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പരിസരത്തുള്ള ചേമ്പിലയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അതിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പറ്റിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലേ? ആ പിക്ചറൊന്ന് നമുക്ക് കാണാം. ഈ പിക്ചറൊന്ന് നോക്കിക്കേ. നമ്മൾ ആ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പേപ്പറിൽ പറ്റിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 2 ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഓൺ പ്ലെയിൻ പേപ്പർ വാട്ടർ സോക്സ് ആൻഡ് സ്പ്രെഡ് ഔട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? ഓൺ വാക്സ് ക്രയോൺ പേപ്പർ ദ വാട്ടർ സീൻ ഇൻ ബീഡ് ലൈക്ക് ഷേപ്പ്. അല്ലേ? വെള്ളം ഒഴിക്കുമ്പോൾ അതൊരു തുള്ളികൾ പോലെ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അത് റോൾ ചെയ്യും അല്ലേ? ബിക്കോസ് ഇറ്റ് സർഫസ് വാട്ടർ പ്രൂഫ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? വാക്സ് നമ്മൾ പുരട്ടിക്കൊണ്ട് തന്നെ അവിടെ ഒരു വാട്ടർ പ്രൂഫ് സർഫസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ദ വാക്സ് കോട്ടിംഗ് ഓൺ ലീവ്സ് മേക്ക് ദം വാട്ടർ പ്രൂഫ് and keeps too much water from getting inside the plant. This helps the plant stay healthy and not get damaged. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വാട്ടറിലൊക്കെ ജീവിക്കുന്ന പ്ലാന്റ്സ് എന്തുകൊണ്ടാണ് അഴുകിപ്പോകാത്തത്?
അവയ്ക്ക് ഇതുപോലൊരു വാക്സി സർഫസ് ഉള്ളത് കൊണ്ട് എക്സസ് ആയിട്ടുള്ള വാട്ടർ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാതെ സൂക്ഷിക്കുകയും അത് അഴുകി പോകാതെ നോക്കുകയും ചെയ്യുന്നു. അത് വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 10. Who eats whom? A river food chain game. Distribute slip of paper to the students. Each students write what they choose to be. For example, small fish, big fish, frog, bird, human, crocodile, otter, etc. നമ്മളൊരു ഗെയിം കളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് കുറച്ച് സ്ലിപ്പ് ഓഫ് പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. മാത്രമല്ല അതിനകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആനിമൽസിൻ്റെ പേരൊക്കെ ഒന്ന് എഴുതുക. ആസ്ക് ദ സ്റ്റുഡൻസ് ടു തിങ്ക് അബൌട്ട് വാട്ട് ദേ ഈറ്റ് ആൻഡ് ഹൂ ഈറ്റ്സ് ദം. എന്നിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ എഴുതിയ ആനിമൽ എന്താണ് കഴിക്കുന്നതെന്നും ആ ആനിമലിനെ വേറെ ഏതെങ്കിലും ഒരു ആനിമൽ ഈറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കാനാണ് പറയുന്നത്. Use a string to connect the students who depend on each other for food. നമ്മൾ ഈ പേപ്പറെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്കസ് വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ഓൺ ആനിമൽ ഡിസപ്പിയേഴ്സ്. എന്നിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുക, ഇവയിൽ ഏതെങ്കിലും ഒരു ആനിമൽ ഡിസപ്പിയർ ആയി പോയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഇഫ് ഓൾ ദ ഫിഷസ് ആർ ഗോൺ? ഫിഷസ് എല്ലാം, ഒരു പോണ്ടിലുള്ള ഫിഷസ് എല്ലാം ചത്തുപോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഫിഷസ് എല്ലാം ചത്തുപോയാൽ എന്ത് സംഭവിക്കും? ഫിഷിനെ ഫുഡായിട്ട് സ്വീകരിക്കുന്ന ഒരുപാട് ആനിമൽസ് ഉണ്ട് അല്ലേ? എക്സാമ്പിൾ എന്ത് പറയാ? ക്രെയിൻ, കിങ് ഫിഷർ പോലുള്ള ബേർഡ്സൊക്കെ ഫിഷിനെ ഈറ്റ് ചെയ്ത് ജീവിക്കുന്ന ജീവികളാണ്. അതുകൊണ്ട് തന്നെ അവയൊക്കെ എന്ത് ചെയ്യും? നശിച്ചു പോകും. ഇതിൽ നിന്ന് നമുക്ക് പറയാം ഫുഡ് ചെയിൻ ഇല്ലാതാകും. ഓക്കെ, നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഇൻ വാട്ടർ. നോക്കിക്കേ, ത്രൂ ദിസ് ആക്ടിവിറ്റി വി ഡിസ്കവർ ദ റിച്ച് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് ലിവ്സ് ഇൻ ഫ്രഷ് വാട്ടർ ഹാബിറ്റ്സ്. ഈ ആക്ടിവിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കാര്യമാണ് മനസ്സിലായത്? ഒരുപാട് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസും ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്നവയുണ്ട് അല്ലേ? These living beings have special features. അവയ്ക്ക് ഈ വാട്ടറിൽ ജീവിക്കണമെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും. എന്തൊക്കെ പറയാം? ലൈക്ക് ഫ്ലോട്ടിംഗ് ലീവ്സ്, ഫിൻസ് ഓർ ലോങ് റൂട്ട്സ് ദാറ്റ് ഹെൽപ്പ് ദം സർവൈവ് ആൻഡ് ഗ്രോ ഇൻ വാട്ടർ. പ്ലാന്റ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവയ്ക്ക് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ലീവ്സ് ഉണ്ട്, അതുപോലെ ലോങ് റൂട്ടഡ് ആയിട്ടുള്ള റൂട്ട്സ് ഉണ്ട് അല്ലേ? നേരത്തെ നമ്മൾ കണ്ടതുപോലെ വാക്സി ആയിട്ടുള്ള ലീവ്സ് ഉണ്ട്. ഇവയൊക്കെ പ്ലാന്റ്സിന് വാട്ടറിൽ സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സാണ്. ആനിമൽസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫിൻസ് ഉണ്ടായിരിക്കും അവയ്ക്ക് സ്വിം ചെയ്യാൻ, അതുപോലെ തന്നെ ബ്രീത്ത് ചെയ്യാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഓർഗൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ? ദിസ് റിമൈൻസ് us how essential fresh water is for supporting life on earth. ഇത് നമ്മളെ എന്താണ് ഓർപ്പിക്കുന്നത്? ഈ നമ്മുടെ ഫ്രഷ് വാട്ടർ എങ്ങനെയാണ് നമ്മുടെ എർത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്കിതിലൂടെയൊക്കെ കാണാൻ കഴിയുന്നത് അല്ലേ? ഇൻ ദിസ് ചാപ്റ്റർ വി ലേൺ ദാറ്റ് വാട്ടർ എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, ഐസ്, വാട്ടർ ആൻഡ് വേപ്പർ. അത് നമ്മൾ കണ്ടതാണ്. വാട്ടറിന് 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. ഏതൊക്കെയാണവ? ഐസ്, വാട്ടർ ആൻഡ് വേപ്പർ. വി saw how water keeps moving through the water cycle. അതുപോലെ തന്നെ വാട്ടർ സൈക്കിളിലൂടെ എങ്ങനെയാണ് വാട്ടർ മൂവ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ചേഞ്ചിങ് ഇറ്റ്സ് ഫോംസ് ആസ് ഇറ്റ് ട്രാവൽ ത്രൂ ദ എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് സ്കൈ. എയറിലും ലാൻഡിലും സ്കൈയിലൂടെയും വാട്ടർ പാസ് ചെയ്യുമ്പോൾ വാട്ടറിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ കണ്ടു. വി ആൾസോ എക്സ്പ്ലോർഡ് ഹൗ അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ലിവ് ഇൻ ആൻഡ് അറൗണ്ട് വാട്ടർ ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ടർ ഫോർ ദെയർ സർവൈവൽ അല്ലേ? അക്വാട്ടിക് പ്ലാന്റ്സും ആനിമൽസും എങ്ങനെയാണ് നമ്മുടെ ഫ്രഷ് വാട്ടറിനെ അവയുടെ സർവൈവലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ പാഠത്തിൽ കണ്ടു. ഓക്കെ, ഇതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നിരിക്കുന്നു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഈ ലെസൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.